ഇന്ന് ഇഫ്താറും അത്താഴം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ റെസിപ്പി നിങ്ങൾ ഇഷ്ടമായാൽ മറക്കാതെ ചാനലും സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ആദ്യം തയ്യാറാക്കി എടുക്കുന്നത് ഈ സപ്പോട്ടക്കയിൽ ചിക്കൂസ് അത് വെച്ചിട്ടുള്ളൊരു ഷേക്കാണ്. നല്ല ടേസ്റ്റിലുള്ള ഷേക്കാണ്. അപ്പോൾ 1-2 ഐറ്റംസ് നമ്മളിതിൽ എക്സ്ട്രാ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല എക്സ്ട്രാ ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നന്നായിട്ട് ആ ഒരു സപ്പോർട്ട് ഒരു 6 എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതും വലുതായിട്ട്. നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ആ ഒരു തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് 2-3 കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ അതിനുള്ളിലായിട്ട് കറുത്ത കുരു ഉണ്ടാകും. അപ്പോൾ എല്ലാ കുരു ഒന്ന് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ടെന്ന് നല്ലോണം ചെക്ക് ചെയ്യണേ. മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ ഒരു കുരുവൊക്കെ ഒന്ന് മാറ്റി ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ഇനി ഒരു ഷേക്കിന് ആവശ്യമുള്ളത് ഒരു 5 ഡേറ്റ്സാണ് കേട്ടോ. അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടെടുക്കാം. എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൂസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 5-6 ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ്. അപ്പം അത്യാവശ്യം ഈ ചിക്കൂസിലായിരുന്നാലും ഈ ഡേറ്റ്സിലായിരുന്നാലും അത്യാവശ്യം നല്ല മധുരമുള്ള സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മധുരം നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തത്. വൈറ്റ് ഷുഗർ ചേർത്താലും മതിയാകും. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ ഐസ്ക്രീം ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ഷേക്ക്. പിന്നെ കുറച്ച് ബൂസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ലിറ്റർ പാലൊന്ന് ഞാൻ തിളപ്പിച്ച് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഫ്രീസറിൽ വെച്ചും തണുപ്പിച്ച് വെച്ചതാണ്. കട്ടയായിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് അത്ര കട്ടയായിട്ടൊന്നുമില്ല, തണുത്ത് വന്നിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ചേർത്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കണം. അപ്പോഴേ ഒരു മധുരവും അവരെല്ലാം ഒന്ന് കറക്റ്റായിട്ട് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം കൂടെ മൊത്തത്തിൽ ഒഴിച്ച് നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ പറ്റില്ലല്ലോ, കളയും, എന്തായാലും പുറത്തോട്ട് കളയും. അപ്പോൾ ഞാൻ ആദ്യം കുറച്ചൊന്ന് ഒഴിച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ച് അടിയാത്ത ഈ ഡേറ്റ്സ് കൊണ്ടല്ലോ അതിൻ്റെ കൂടെ പിന്നെ കുറച്ചും കൂടെ പാലൊഴിച്ച് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ആ ഒരു മൊത്തത്തിലൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ ഇനി വെക്കുന്നത്. കുറച്ചൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അതിൽ നോമ്പൊക്കെ ആയതുകൊണ്ട് ഇല്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഒഴിച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഒത്തിരി നേരമൊന്നും ഫ്രിഡ്ജിലൊന്നും സൂക്ഷിച്ചിട്ടില്ലായിരുന്നു, ഒരു 10-15-20 മിനിറ്റ് അത്ര മാത്രം. അപ്പോൾ ഷേക്കും അപ്പോൾ നമ്മുടെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത്താഴത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പറേഷനാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കും നല്ല സോഫ്റ്റായിട്ട് പുട്ടങ്ങനെ തയ്യാറാക്കിയെടുക്കാം, അതും കുക്കറിൽ ഞാൻ അത് ആവശ്യത്തിന് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ എന്ത് അരിപ്പൊടിയാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ വീട്ടിലിപ്പോൾ ഹോം മെയ്ഡായിട്ട് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള മാവാണ് കേട്ടോ. ചെമ്പാ പച്ചരിയില്ലേ, റെഡ് റോ റൈസ്, അതാണ് ചെമ്പാ പച്ചരി. നമ്മൾ നോർമൽ പച്ചരിയും കൂടെ നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് പൊടിച്ച് വറുത്ത് വെച്ചിട്ടുള്ള ഒരു പൊടിയാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തടുത്ത് വേണ്ടി ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു പാകത്തിൽ വേണം കേട്ടോ. ഈ ഒരു പാകത്തിലൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കണേ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ രാത്രിക്കാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നോമ്പല്ലാത്ത സമയങ്ങളിൽ ഒരു അരമണിക്കൂർ, അതായത് ഈ ഒരു പൊടിയൊക്കെ ഒന്ന് തണുത്ത് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മളിത് റെഡിയാക്കി എടുത്താൽ മതിയാകും. അത് ഞാൻ പിന്നെ അങ്ങോട്ട് വരുന്നവർ പറഞ്ഞു തരാം. പിന്നെ നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഒരു കടലക്കറിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള കടലക്കറി, ഒരു തട്ടിക്കൂട്ട് കടലക്കറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഭയങ്കര ടേസ്റ്റ് സംഭവം ഒന്നും പറയില്ല, എങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വെച്ചുകൊണ്ട് പറയണതല്ല, എങ്കിലും പറയുന്നത് കഴിച്ചതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഞാൻ കുക്കറിൽ തന്നെ ഒരു 2 സവാളാണ് കേട്ടോ, ചെറിയ 2 സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് ഫ്രഷായിട്ട് ചേർക്കുമ്പോഴാണ് കറികൾക്കൊക്കെ നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഫ്രീസറിലൊക്കെ അങ്ങനെ ഒരുപാട് ദിവസം നമ്മൾ ഈ ഒരു അരച്ച മസാല വെച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ സമയമില്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ, എങ്കിലും 2 വെളുത്തുള്ളിയൊക്കെ എടുത്ത് ഇങ്ങനെ ചതയ്ക്കാൻ വലിയ പാടില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും പെരിഞ്ചീരകപ്പൊടിയും കുറച്ച് ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടലയാണ്, ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ, അളവ് പറയാത്തത്. അപ്പോൾ ഞാൻ കുറച്ച് കടല ഒന്ന് കുതിർത്തെടുത്തതാണ്. അതും കൂടെ നമുക്ക് ഈ ഒരു മസാലയിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യം പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് ആ ഒരു കറിയുടെ മുകളിലോട്ടൊന്ന് പൊങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു ഒറ്റ വിസിൽ കൊടുക്കണം. അതിനുശേഷം മാത്രം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 6 വിസിൽ അങ്ങോട്ട് പോട്ടെ. അപ്പോഴാണ് ആ കടല നന്നായിട്ടൊന്ന് കുക്കായി കിട്ടുന്നത്.
അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ തുറക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ പിന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ ഒരു 4 മണിയായപ്പോഴാണ് എണീറ്റിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ പുട്ടൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ടെടുത്തത്. അപ്പോൾ ആ ഒരു 4 മണിയായ സമയത്ത് ഞാൻ കിച്ചണിൽ വന്നതാണ്. അപ്പോൾ എന്നിട്ട് ഈ ഒരു കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് കടലേക്കൊന്ന് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ കടലേക്ക് നന്നായിട്ട് കുക്കായിട്ട് തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടലേക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ ഒന്ന് ഉപ്പൊന്ന് ചെക്ക് ചെയ്തതാണ്. ഒരല്പം ഉപ്പ് കൂടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു തക്കാളി ഒന്ന് അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ആ കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ടങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടി ആ ഒരു ഉപ്പിൻ്റെ അളവൊക്കെ. പിന്നെ അത് ആ മാവൊക്കെ നന്നായിട്ട് തണുത്തിനിരിപ്പുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട്, അതായത് നനവൊന്നും ഇല്ലാത്തൊരു മിക്സിയുടെ ജാർ, എന്നിട്ട് കഴുകി തുടച്ചെടുത്ത മിക്സി ആയിരിക്കണേ. അതിലേക്ക് ഇനി ഇതിൽ വെള്ളം നമ്മൾ കുറവാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് നനച്ചെടുക്കാം. ഇപ്പോൾ വേണ്ട വെള്ളം ഒഴിക്കേണ്ടത്. ആദ്യം നമുക്കിത് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് കുറച്ച് മാവ് ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ വലിയ കട്ടകളും ആ ഒരു നനയാത്ത പോലെ കിടക്കുന്ന മാവ് കൊണ്ടല്ലോ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കറക്റ്റ് പാകത്തിന് കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് അങ്ങനെ പൊടിച്ചെടുക്കാം. ഞാൻ അതുപോലെ പറഞ്ഞു തരാം കേട്ടോ. എന്നിട്ട് അതൊരു വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. കുറച്ചായിട്ട് പൊടിച്ചിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റും. ഈ ഒരു പാകത്തിനാണ് കിട്ടിയത്. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് കിട്ടി. നമ്മൾ പുട്ടിന് കണ്ട് നമ്മളെങ്ങനെ മാവ് നനച്ചിട്ട് അതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒരേപോലെ ഈവനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് പൊടിച്ച് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ നമ്മളൊന്ന് കയ്യിലെടുത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും പൊടിയിൽ വെള്ളത്തിൻ്റെ അംശം കുറവാണെന്ന്. ഒട്ടും ഈ വെള്ളത്തിൻ്റെ അംശം ഇല്ലാണ്ട് നമ്മൾ പുട്ടുണ്ടാക്കിയാലും അതൊരു രുചി കാണില്ല ഒരു പുട്ടിനല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകും. അങ്ങനെ കുറവെന്ന് തോന്നിയാൽ മാത്രം ഒരു അല്പം വെള്ളം എടുത്തിട്ടൊന്ന് തളിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. എന്നിട്ട് ഞാൻ ഒരു പുട്ടുകുറ്റിയിലോട്ട് തേങ്ങയും മാവൊക്കെ ഇങ്ങനെ ഇതുപോലെ ഒന്നിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് നിറച്ചെടുക്കുകയാണേ. അതിനുശേഷം ഒരു 3-4 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയിട്ടെടുക്കാം. ഈ ചെമ്പാപ്പുട്ട് നമ്മൾ സാധാരണ ഒരു വൈറ്റ് നമ്മളൊരു വെള്ള പച്ചരി നമ്മൾ പുട്ട് തയ്യാറാക്കില്ല. അതിനേക്കാളും കുറച്ചും കൂടെ ടൈം വേണം കേട്ടോ ഒന്ന് കുക്കായി വരാനായിട്ട്. ഇത് ഞാൻ ഈ വെള്ള പച്ചരിയുടെ ഒരു മിക്സ് പൊടിച്ച് വെച്ച് തരുന്നതാണ്. അതുപോലെ തന്നെ ചെമ്പാ പച്ചരിയുടെ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ബാക്കി രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തയ്യാറാക്കിയതാണ്. നമ്മൾ സാധാരണ വെറും ചെമ്പാ പച്ചരി മാത്രം വെച്ച് തയ്യാറാക്കുന്നതിനേക്കാളും ഈ ഒരു വെള്ള പുട്ടുപൊടിയും ചെമ്പാ പുട്ടുപൊടിയും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുമ്പോഴേ അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് നല്ലതാണല്ലോ ഹെൽത്തിനൊക്കെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ആവി വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ അടച്ച് വെച്ചിട്ട് നല്ല രീതിയിലൊന്നൊരു 3-4 മിനിറ്റ് വരെയൊക്കെ ഒന്ന് ആവി കയറ്റിയിട്ടെടുക്കാം. നന്നായിട്ട് സ്റ്റീമൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. പൊടിഞ്ഞൊന്നും പൊട്ടിയൊന്നും പോകില്ല കേട്ടോ. അത് കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും. നല്ല സോഫ്റ്റുമാണ് ഈ ഒരു പുട്ട് കേട്ടോ. അപ്പം പുട്ടുണ്ടാക്കിയിട്ട് ശരിയാകാത്തവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിൽ കിഡിലും ടേസ്റ്റുമാണ്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുമാണ്. പുട്ട് കഴിക്കാത്തവർ പോലും കഴിച്ചും അത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയും റെസിപ്പിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും പിന്നെ സബ്സ്ക്രൈബും കൂടെ ഒക്കെ ഒന്ന് ചെയ്യണേ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ 4 പേർക്കുള്ള പുട്ടാണ് ഇത്രയും തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ കടലക്കറിയും പുട്ടും. പുട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. പിന്നെ ചായയും കൂടെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക് തന്നെ. ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കിച്ചണിൽ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അതപ്പോൾ തന്നെ ഏകദേശം ഒന്ന് രാവിലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ കണ്ട് എല്ലാ കൂട്ടുകാർക്കും